ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു UX UI Mania. Adobe XD യുടെ വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു പ്ലഗിൻ പരിചയപ്പെടുത്തുക എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. Adobe XD യിൽ പ്രസന്റേഷൻ എന്ന് പറയുന്ന ഒരു പ്ലഗിൻ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വളരെ ഹെൽപ്പിംഗ് ആണ് ഡിസൈനേഴ്സിന്. എസ്പെഷ്യലി നമ്മുടെ പ്രസൻറ്റേഷൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ഒരുപാട് ടൈം എടുത്ത് വലിയ രീതിയിൽ നമുക്ക് ഒരുപാട് ഡാറ്റാസുകളും കുറേ ഇമേജസുകളും അതുപോലെ തന്നെ പലതരത്തിലുള്ള എലമെൻസുകളൊക്കെ നോക്കി ഒരുപാട് സമയം നമ്മൾ കളയാറുണ്ട്. ഈ ഒരു അവസ്ഥയിൽ Adobe XD യുടെ ഈ പ്രസൻറ്റേഷൻ എന്ന് പറയുന്ന പ്ലഗിൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് അതിമനോഹരമായ പ്രൊഫഷണൽ ആയിട്ടുള്ള പ്രസൻറ്റേഷൻസുകൾ വളരെ ക്വിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സുകളാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. Adobe XD യിൽ നിങ്ങൾ ചെന്നിട്ട് പ്ലഗിൻസ് എന്ന സെക്ഷനിൽ പ്രസൻറ്റേഷൻ എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, പ്ലഗിൻസ് ഓർത്തിരിക്കുക. Adobe XD യുടെ പെയ്ഡ് വെർഷനിൽ മാത്രമേ ഇത്തരം പ്ലഗിൻസുകൾ വർക്ക് ചെയ്യുകയുള്ളൂ. അല്ലാതെ പെയ്ഡ് അല്ലാത്ത വെർഷൻ ഉപയോഗിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള പ്ലഗിൻസുകൾ അവൈലബിൾ ആവില്ല. അപ്പോൾ ഈ ഒരു പ്രസൻറ്റേഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്ലഗിൻ നിങ്ങൾ സെർച്ച് ചെയ്ത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ബിസിനസ് പർപ്പസുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ചെയ്യുന്ന പ്രോജക്റ്റുകൾ നിങ്ങൾക്ക് പ്രസൻറ്റേഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ തന്നെ ഡിസൈനേഴ്സിന് ഒരുപാട് പ്രസൻറ്റേഷൻ വർക്കുകൾ വരാറുണ്ട്. ഇത്തരം ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലഗിൻസ് ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഇത് ക്രിയേറ്റ് ചെയ്യാം. എല്ലാ ഡിസൈനേഴ്സിനും, ഇത് ഡിസൈനേഴ്സിന് മാത്രമല്ല അല്ലാതെ മാർക്കറ്റിംഗ് മേഖലയിൽ നിൽക്കുന്ന എല്ലാ ആൾക്കാർക്കും, അങ്ങനെ കൂടുതലായിട്ട് പ്രസൻറ്റേഷൻ ഏതൊക്കെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടോ അവർക്കെല്ലാം തന്നെ Adobe XD നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് പർപ്പസിന് ആവശ്യമായിട്ടുള്ള പ്രസൻറ്റേഷൻസുകൾ വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഒരുപാട് എലമെൻസുകൾ അവർ തരുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിലൂടെ കൂടി ഓരോ എലമെന്റ്സുകൾ എഴുതാനും ടെക്സ്റ്റുകൾ മാറ്റാനും ടെക്സ്റ്റിന്റെ ഫോണ്ട് മാറ്റാനും കളർ മാറ്റാനും ഒരുപാട് ഐക്കണോഗ്രാഫി അങ്ങനെ വേണ്ട ഒരുപാട് നല്ല രീതിയിലുള്ള ഒരു പക്ക പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരൊറ്റ പ്ലഗിൻസ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. നിങ്ങളുടെ Adobe XD ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിപ്പോൾ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ ആണ് Adobe XD യുടേത്. അപ്പോൾ Adobe XD ഉപയോഗിക്കുന്ന എല്ലാവരും, എസ്പെഷ്യലി പെയ്ഡ് വെർഷൻ ഉപയോഗിക്കുന്ന എല്ലാ ആൾക്കാരും ഈ ഒരു പ്രസൻറ്റേഷൻ എന്ന് പറയുന്ന പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതിൽ ഓരോ എലമെൻസുകളും പ്രത്യേകമായിട്ട് നമുക്കത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ തരുന്നുണ്ട്. ഓരോന്നിൻ്റെ പ്രത്യേകം ഫോണ്ട് ആയിരുന്നാലും ഇമേജ് ആയിരുന്നാലും ഒക്കെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ലൈബ്രറിയിൽ നിന്ന് തന്നെ എടുത്ത് യൂസ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർട്ടലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പ്രസൻറ്റേഷൻ മാത്രമല്ല ഇതുപോലെ ഡിസൈനേഴ്സിന് വളരെ ഹെൽപ്പ് ആവുന്ന ഒരു 2 പ്ലഗിൻസും കൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് ടോപ്പിലായിട്ട് വന്നിട്ട് പ്ലഗിൻസിൽ ഇവിടെ ആയിട്ട് ക്ലിക്ക് ചെയ്താൽ പ്രസൻറ്റേഷൻ ആണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ പ്രസൻറ്റേഷൻ എന്ന് പറയുന്ന പ്ലഗിൻസിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. ഓക്കെ, ഇനി ഇവിടെ ആയിട്ട് വന്നിട്ട് ക്വിക്ക് മോക്കപ്പ് എന്നും വൈറ്റ് ബോർഡ് എന്ന് പറഞ്ഞിട്ട് 2 ബട്ടണൂടെ കാണാം. ഇതിനകത്ത് ക്വിക്ക് മോക്കപ്പ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ Adobe XD യുടെ അതിമനോഹരമായ മറ്റൊരു പ്ലഗിൻ നിങ്ങൾക്ക് പരിചയപ്പെടാം. ക്വിക്ക് മോക്കപ്പ്. നിങ്ങൾക്ക് മോക്കപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ചില ഫീൽഡുകൾ അല്ലെങ്കിൽ ചില ടെക്സ്റ്റുകൾ, ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിൽ നിന്ന് ടെംപ്ലേറ്റ്സുകൾ എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന, അവനെ സഹായിക്കുന്ന ഒരു പ്ലഗിനാണ് ക്വിക്ക് മോക്കപ്പ് എന്ന് പറയുന്നത്. ഇതും നിങ്ങളുടെ വർക്കിങ്ങിനെ, നിങ്ങളുടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള വർക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന അതിമനോഹരമായ ഒരു പ്ലഗിനാണ്. അതും നിങ്ങൾക്ക് ഈ ഒരു പോർട്ടലിൽ നിന്ന് പരിചയപ്പെടാം. ഈ ഒരു പോർട്ടലിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും. നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടുന്ന് ലിങ്ക് ഓപ്പൺ ചെയ്ത് കാണാം. അതുപോലെ തന്നെ റൈറ്റ് ടോപ്പിലേക്ക് വന്ന അടുത്ത ഒരു പ്ലഗിനാണ് വൈറ്റ് ബോർഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം യൂസർ എക്സ്പീരിയൻസ് ഡിസൈനിങ്ങിൽ വൈറ്റ് ബോർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഐഡിയാസുകളൊക്കെ ജനറേറ്റ് ചെയ്യാനും ഐഡിയാസുകൾ നമുക്ക് വയർ ഫ്രെയിം ചെയ്ത് നമുക്ക് കുറേ അനലൈസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് ബോർഡുകൾ ഒരുപാട് ഉപയോഗിച്ച് വരുന്നുണ്ട് മാർക്കറ്റിൽ. അതിലൊരുപാട് വൈറ്റ് ബോർഡുകളെ കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. മിറോ, മ്യൂറൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിഗ്ജാം, അങ്ങനെ. അപ്പോൾ ഈ അഡോബിന്റെ ഒരു വൈറ്റ് ബോർഡ് കോൺസെപ്റ്റ് ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതും നിങ്ങൾക്ക് ഇവിടെ നിന്ന് യൂസ് ചെയ്യാനുള്ള പ്ലഗിൻസിന്റെ ഒരു ഫെസിലിറ്റി അവർ തരുന്നുണ്ട്. ഈ ഒരു പ്ലഗിൻ ഉപയോഗിച്ച് നമുക്ക് UX ഒക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് വൈറ്റ് ബോർഡിംഗ് കോൺസെപ്റ്റ് ഒക്കെ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ വയർ ഫ്രെയിം ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിനും നിങ്ങളുടെ പ്രോജക്റ്റിനകത്ത് കാർഡ് സോർട്ടിംഗ് ഒക്കെ ചെയ്ത് നോക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് Adobe XD യുടെ ഒരു വൈറ്റ് കോഡ് കോൺസെപ്റ്റ് ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഈ വൈറ്റ് ബോർഡ് കോൺസെപ്റ്റ് ആയിരുന്നാലും അതുപോലെ തന്നെ ക്വിക്ക് മോക്കപ്പ് ആയാലും പ്രസന്റേഷനിലും ഒക്കെ തന്നെ
സൂപ്പർബായിട്ടുള്ള അമേസിംഗ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള പ്ലഗിൻസ് ആണ്. അഡോബ് XD ഉപയോഗിക്കുന്നവർക്ക് വളരെ വളരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ തന്നെ ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ലിങ്ക് ഓപ്പൺ ചെയ്ത് ഈ 3 പ്ലഗിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കുക. 3 പ്ലഗിൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ വർക്കിനെ വളരെ ഫാസ്റ്റ് ആക്കിക്കൊള്ളുക. ഓക്കെ ഡിസൈനേഴ്സ്, ഇത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.